എസ്എൽപുരം A64 സർവീസ് സഹകരണ ബാങ്കിനെതിരായ വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ബാങ്ക് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുജിത് ദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മരണപ്പെട്ട യുവതി ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടില്ല. ഭർത്താവാണ് വായ്പ എടുത്തിരിക്കുന്നത്. 2010 മുതൽ വായ്പ വാങ്ങിക്കഴിഞ്ഞ 4 വർഷമായി കുടിശ്ശിക വന്നപ്പോൾ കുടിശ്ശിക നിവാരണത്തിന്റെ ഭാഗമായാണ് ബാങ്ക് ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും വീട്ടിൽ ചെന്ന് കുടിശ്ശിക അടയ്ക്കണമെന്ന് പറഞ്ഞത്. ഈ സമയം യുവതിയുടെ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല. ഭർത്താവ് വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാണ് സംഘം പിരിഞ്ഞത്. യാഥാർത്ഥ്യം ഇതായിരിക്കെ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കള്ളപ്രചാര വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ സഹകാരികളെ അണിനിരത്തി ചെറുക്കുമെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. സർവീസ് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വീട്ടമ്മയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണ്. അതായത് തിങ്കളാഴ്ച ഞങ്ങൾ ബാങ്കിലെ കുടിശ്ശിക നിവാരണാർത്ഥം 10-15ഓളം വീടുകളിൽ പോയ കൂട്ടത്തിൽ ഈ വീട്ടിൽ പോവുകയുണ്ടായി. എന്നാൽ ബാങ്കുമായിട്ട് ഇടപാടുള്ള സുധീർ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്ന കാരണം ഇന്നപോലെ കുടിശ്ശികയുണ്ട്, ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടണം എന്ന രീതിയിൽ പറഞ്ഞ് ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. എന്നാൽ പിറ്റേ ദിവസം പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇവരുടെ വീട്ടിൽ ചെന്ന് ഈ ബാങ്കിൽ നിന്ന് വന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ മൂലമാണ് ഇങ്ങനെ ആത്മഹത്യ ഉണ്ടായതെന്ന് പറയണമെന്ന് പറയുകയും ഈ കാര്യം ഞാനവിടെ ചെന്നപ്പോൾ എൻട്രിക്ക് ഈ മരണപ്പെട്ട ആശയുടെ അമ്മായിയമ്മ പറയുകയുണ്ടായി. അന്ന് വൈകുന്നേരമാണ് മെമ്പർ ഈ മലയാള മാധ്യമ ചാനലുമായിട്ട് വന്ന് ഇതിൻ്റെ പോലെ ഒരു ന്യൂസ് എടുത്തു പോയി. എൻ്റെ വീടിൻ്റെ പറ്റേ തന്നെയാണ് ഈ വീട്. അതുകൊണ്ട് ഞാനവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഈ സംഘത്തോട് പറഞ്ഞു, അമ്മായിയമ്മ ആ സമയത്തുണ്ടായിരുന്നതാണ്, അവരുടെ ബൈറ്റ് കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മെമ്പർ പറഞ്ഞത് കേട്ട് പോവുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം ഉച്ചക്കാണ് ഇങ്ങനെ ഒരു വാർത്ത മലയാള മാധ്യമത്തിൽ വരികയും മറ്റു പത്രങ്ങൾ അത് ഇടുകയും ചെയ്തു. അന്ന് ഉച്ചക്ക് തന്നെ ഈ പറഞ്ഞ സുധി എന്നെ വന്ന് കാണുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിണക്കങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ട് പിണക്കം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് ഇന്ന പോലെ മെമ്പർ പറഞ്ഞു, പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലോൺ എഴുതി തള്ളും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്.